പ്രിയമുള്ളവരെ, ബൈബിൾ അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ നമ്മൾ കാണുമ്പോൾ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അതിശക്തമായി എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ മാതൃശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാൻ വേണ്ടി പോകുന്ന വചനം അത് യോഹന്നാന്റെ സുവിശേഷമാണ്. 2-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം നമ്മൾ വായിക്കുന്നതിന് മുമ്പ് കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുന്ന സമയമാണ്. ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങളും ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. കാനായിലെ വിവാഹ വിരുന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനമാണ്. 2-ാം അധ്യായം 3-ാമത്തെ വചനമാണ് നമ്മൾ വായിക്കുക. അവർക്ക് എന്തില്ല എന്നാണ് പരിശുദ്ധാമ്മ പറയുക, വീഞ്ഞില്ല. ഇതിന് കർത്താവായ യേശു പറയുന്ന മറുപടി എന്താ? യേശു പറയുന്ന മറുപടി നീ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യേശുവിൻ്റെ മറുപടിയാണ്, നീ എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ഈ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് ഏത് പേരിലാണ്? സ്ത്രീ എന്നാണ്. നമുക്കറിയാം സ്ത്രീ എന്ന് വിളിക്കുന്നത് ആരെ ഉദ്ദേശിച്ച? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വചനം വായിക്കുമ്പോൾ കർത്താവായ യേശു തൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് പറയുന്നു, അമ്മേ, എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് കർത്താവായ യേശു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ മകനോട് തർക്കിക്കാൻ പോകുന്നുണ്ടോ? നീ ഒരു വാക്ക് പോലും പറയുന്നില്ല. ഈ പരിശുദ്ധ അമ്മ എന്താണ് ആ സമയം പറയുക? യേശുവിനോട് തർക്കിക്കാൻ നിൽക്കാതെ ഈ പരിശുദ്ധ അമ്മ പറയുക, പരിചാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയും, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. അവൻ പറയുന്നത്, എൻ്റെ പുത്രൻ പറയുന്നത്, എൻ്റെ മകൻ പറയുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് ഈ അമ്മ പറയുമ്പോൾ ഈ അമ്മയ്ക്കറിയാം, ഈ പരിശുദ്ധ കന്യാമറിയത്തിനറിയാം ഈ മകൻ എന്താണ് ചെയ്യാൻ പോവുക. അമ്മയും മകനും തമ്മിൽ വലിയൊരു ഹൃദയ ബന്ധമുണ്ട്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യരെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുമായി നല്ല ഒരു ബന്ധമുണ്ട് കേട്ടോ. മക്കൾക്ക് ഏറ്റവും കാര്യം അമ്മമാരോടാണ്. എന്നാലും അപ്പന്മാരെ സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ. അമ്മ എന്ന് പറയുമ്പോൾ ആതുരമായൊരു വാക്കാണ്, അത് സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ്, സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈ അമ്മയും ഈ അപ്പനെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് കഴിയുന്ന അനേകം മക്കളുണ്ട് കേട്ടോ. എന്ന് ഈ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർത്ത് ഭാരപ്പെടുക എന്ന് പറയുക. താബോറിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു അപ്പനും അമ്മയും 2 മക്കളും താബോറിൽ വരികയാണ്. അവർ വരുന്നത് അവരുടെ മക്കളിൽ ഒരാളെ എന്നെ കാണിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. 200 കിലോമീറ്റർ ദൂരെ നിന്നാണ് അവർ വരിക. എന്തത് വരാൻ കാരണം? ഇവർക്ക് 2 മക്കൾ, അതിൽ മൂത്ത ആ കൊച്ച് രാത്രിയുടെ യാമങ്ങളിൽ ഈ കുഞ്ഞിന് ശ്വാസം കിട്ടില്ല. ഈ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ, ഈ കുഞ്ഞ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. എന്നാൽ ഈ കുഞ്ഞിന് രാത്രി യാമങ്ങളിൽ ശ്വാസം കിട്ടാതെ ഈ കുഞ്ഞ് ഞെളിവിരി കൊള്ളുക, ഈ കുഞ്ഞ് തലയും മുഖവും അതൊക്കെ തിരിക്കുന്നു കാണുമ്പോൾ ഈ അപ്പനും അമ്മയും അലമുറിയിട്ട് കരയും. ഭയാനകമായ ഒരു രംഗമാണ്. ഈ കുഞ്ഞിപ്പോൾ മരിച്ചു പോകുമോ എന്ന അവസ്ഥയിലുള്ള ഒരു രീതിയിലാണ് ആ കുഞ്ഞ് ആ സമയം ഇടപെടുക. ഈ കുഞ്ഞ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. ഈ കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും മൂത്ത കുഞ്ഞാണ്. കഴിഞ്ഞ ധ്യാനത്തിന് വ്യാഴാഴ്ച ദിവസം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സമയെക്കുറിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമെന്ന് പറയുക, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾക്ക് എന്തുള്ളൂ, അങ്ങോട്ട് ചെയ്തോളൂ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പൻ്റെ അമ്മയുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ്? കുഞ്ഞിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ അപ്പം ഭാര്യയെ ശ്രദ്ധിക്കാറില്ല, ഭാര്യ പിന്നെ അധികം ഭർത്താവിനെ ശ്രദ്ധിക്കാറില്ല. അപ്പനും അമ്മയും മത്സരിച്ച് ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്നു, നീ അതിനു വേണ്ടി അധ്വാനിക്കുന്നു, നീ അതിനു വേണ്ടി പണം സുലഭിച്ചു കൂട്ടുന്നു. ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ, പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഓർക്കണം കേട്ടോ, അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അപ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് ഈ ശ്വാസം കിട്ടാതെ ഈ അപസ്മാര രോഗിയെ പോലെ, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ പോലെ ഈ കൈകാൽ കിട്ടടിക്കുകയും ഈ മുഖഭാവമൊക്കെ മാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും ഇതെന്താണ്? ഭയം. എന്നിട്ട് നമ്മുടെ കുഞ്ഞൊന്ന് വീണാൽ മതി, ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു ഭയമുണ്ടാവും കേട്ടോ. ഇതുപോലെ ഈ കുഞ്ഞ് ശ്വാസം കിട്ടാതെ നിരവധി യാത്രികളിലാണ് ഉറക്കം കിട്ടാതെ ഈ കുഞ്ഞിങ്ങനെ ഞെളിവിരി കൊള്ളുമ്പോൾ, ശ്വാസം കിട്ടാതെ പോകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകും.
ഈ ഡോക്ടർമാർ മാറി മാറി നോക്കുന്നു, പ്രിയമുള്ള രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് കേരളത്തിലെ പ്രമുഖമായ 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരെല്ലാം സ്കാൻ ചെയ്തു. ആ കുഞ്ഞിന് ഹാർട്ടിന് കുഴപ്പമില്ല, ശ്വാസകോശത്തിന് കുഴപ്പമില്ല, ഈ കുഞ്ഞിന് ആസ്മയുടെ രോഗമില്ല, ഈ കുഞ്ഞിന് മറ്റേതെങ്കിലും ശാരീരികമായ രോഗം പുറമേ ഉള്ളിലൊന്നുമില്ല, ദൈവത്തിന് മാത്രം മഹത്വം നൽകി എന്ന് ഈ കുഞ്ഞ് വീണ്ടും ഈ മരണപ്രാണം കാണിക്കുക. നീ അതുകൊണ്ടാണ് 200 കിലോമീറ്റർ ദൂരെ നിന്ന് നീ അവർ വന്നപ്പോൾ വളരെ വൈകിപ്പോയി എന്നായിരുന്നു. ഞാനത് കഴിഞ്ഞ് ആ കുടുംബത്തെ കണ്ടു. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിൻ്റെ തലയെ കവിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ വരാൻ ഏക കാരണമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഒരു രോഗപീഠ ശാരീരിക രോഗമല്ല കേട്ടോ, അത് മാനസികമായ ഒരു രോഗപീഠയാണ്, മാനസികമായ ഒരു അസ്വസ്ഥതയാണ്. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഏതാനും മാസങ്ങളായി ഈ കുഞ്ഞിൻ്റെ മനസ്സ് വരുന്ന ഏക ചിന്ത, എൻ്റെ അപ്പൻ വേഗം മരിച്ചു പോകുമോ, എൻ്റെ അമ്മ വേഗം മരിച്ചു പോകുമോ, എൻ്റെ അപ്പനും അമ്മയും മരിച്ചാൽ എനിക്ക് ആരാണുള്ളത്, എൻ്റെ കൂടപ്പിറപ്പിനെ ആരാ പിന്നെ നോക്കുക, എന്നെ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആരാ ഉള്ളത്. മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന കുഞ്ഞ് ഈ അപ്പനെയും അമ്മയും മരിച്ചു പോകുമോ ഈ ഒരു ചിന്ത. ഇത് കേട്ട സമയം ഈ കുഞ്ഞ് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ ഒരാൾ എന്തോ ഒരു അപകടം വന്ന് മരിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ കുഞ്ഞിനും ഈ ഭയം. മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളുണ്ട്, മാതാപിതാക്കൾ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നു. ഒരു അപ്പനും അമ്മയുടെയും ജീവിതം ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ഈ അമ്മയ്ക്ക് ആരെ അറിയാം? മകനെ അറിയാം. ഈ പരിശുദ്ധ അമ്മയ്ക്ക് മകൻ യേശുവിനെ അറിയാം കേട്ടോ. ഈ മകൻ യേശുവിനെ ആരെ അറിയാം? അമ്മയെ അറിയാം. അതുകൊണ്ടാണ് കേട്ടോ ഈ അമ്മ നിശബ്ദത മാനിച്ചത്. അമ്മേ, എനിക്ക് നിനക്കും എൻ്റെ സമയമായിട്ടില്ല എന്ന് ഈ മകൻ പരസ്യമായിട്ട് ഭീമണി വിളിച്ച് പറയുന്ന സമയം ഈ പരിശുദ്ധ അമ്മ ആ സമയം നിശബ്ദത പാലിക്കാൻ കാരണം ഈ അമ്മയ്ക്കറിയാം തൻ്റെ മകൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ 30 വർഷക്കാലം ഈ മകൻ കർത്താവായ യേശു ജീവിച്ചത്, യേശുവിൻ്റെ പരസ്യ ജീവിതം 3 വർഷമേ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ജീവിതം മുഴുവനും 90-99% മുഴുവനും അല്ലെങ്കിൽ 90% ആരുടെ കൂടെയായിരുന്നു? അമ്മയോട് കൂടെ. ഈ ലോകത്ത് നീ മറ്റാർക്കും അറിയാൻ സാധിക്കാത്ത രീതിയിൽ ഈ കർത്താവായ യേശുവിനെ കുറിച്ച് ഈ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കണ്ണുനീരോട് ജപമാല കൈ പിടിക്കുമ്പോൾ, നീ കണ്ണുനീരോടെ ഒരു ജപമാല കയ്യിലെടുക്കുമ്പോൾ, കണ്ണുനീരോടെ ഒരു ജപമാല നമ്മുടെ കഴുത്തിൽ അണിയുമ്പോൾ, നീ കണ്ണുനീരോടെ ഒരു ജപമാല നമ്മുടെ പോക്കറ്റിലിടുമ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അതിൽ കടന്നു വരും കേട്ടോ. ഞാൻ ആദ്യമേ ചെയ്യുന്ന 2 കാര്യമാണ്. രാവിലെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുക, എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഈ ജപമാല ഞാൻ ആദ്യമേ എടുത്തിടും. 2 കഴുത്തിലൊരു ചെറിയൊരു സ്റ്റീൽ മാലയുണ്ട്, അതിലൊരു കുരിശുണ്ട്, ആ മാല 2ാമത് എടുത്തിടും. ഈ ജപമാല പോക്കറ്റിൽ ഇടുമ്പോൾ തന്നെ നമ്മൾ ആ ദിവസം ഒരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകം യുവജനങ്ങൾ, പ്രത്യേകിച്ച് അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, കഴുത്തിൽ ജപമാല അവരണിയുന്നുണ്ട്. അപ്പസ്തോലന്മാരിലെ 3 വർഷമേ അറിഞ്ഞോളൂ കേട്ടോ. ഇനി പരിശുദ്ധ അമ്മ 30 വർഷം, പിന്നെ അത് 33 വർഷവും ഈ അമ്മ ഈശോയെ അറിഞ്ഞു. അപ്പം ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 3-ാം വചനം, 4-ാം വചനം, 5-ാം വചനം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഏത് കാണാൻ സാധിക്കും? പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മാതൃശക്തി നമുക്ക് കാണാൻ സാധിക്കുക. ഇനി 2ാമതായ പരിശുദ്ധ അമ്മയെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്നേഹിക്കുക? പരിശുദ്ധ അമ്മയുടെ മാതൃശക്തി ഇത്രമാത്രം അത്ഭുതകരമായ മാതൃശക്തിയാണ് എന്ന് പറയാൻ എന്താണ് പ്രിയമുള്ളവരെ കാരണം? 2ാമതായിട്ട് പരിശുദ്ധ മാതാവാരാണ്? പരിശുദ്ധ അമ്മ പുതിയ ഹവയാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ ആരംഭത്തിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കുകയും, ബൈബിളിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം, നീയും സ്ത്രീയും തമ്മിലും എന്ന് പറയുമ്പോൾ, നിന്നെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന സർപ്പത്തോട് പിതാവായ ദൈവം പറയുമ്പോൾ, ഇവിടെ സ്ത്രീ എന്ന വാക്ക് ഹവയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അർത്ഥമാക്കുന്നുണ്ട്. ആദി ഹവയിലൂടെ, അനുസരണക്കേടിലൂടെ ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു, തകർച്ച വന്നുവെങ്കിൽ
നീ പുതിയ ഹവയായ പരിശുദ്ധ മാതാവിലൂടെ ഈ മനുഷ്യകുലത്തിന് എന്ത് വരുന്നു? അനുഗ്രഹം കടന്നു വരുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ ഈ പുതിയ ഹവയാണ്. നീ മൂന്നാമതായിട്ട് തിരുവചനം പറയുക, ഈ പരിശുദ്ധ മാതാവ് ആരാണ്? നമ്മുടെ ആത്മീയ അമ്മയാണ്, സ്പിരിച്വൽ മദറാണ് നമ്മുടെ ആത്മീയ അമ്മ. നമ്മൾ ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കുക വെളിപാടിൻ്റെ പുസ്തകമാണ്. 12-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതായത് ഇവിടെ പറയുന്നത്, അപ്പോൾ സർപ്പസ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഇവിടെ പറയുക, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരെന്ന് പറയുമ്പോൾ, സന്താനം എന്ന് പറയുമ്പോൾ അതേ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മളെക്കുറിച്ചാണ് പറയുക. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ മാത്രം അമ്മയല്ല, വിശ്വാസികളായ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. അങ്ങനെ പുതിയ നിയമത്തിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അതിശക്തമായിട്ട് തിരുവചനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ 4-ാമതായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ മാതൃസഭ തേടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, പരിശുദ്ധ മാതാവിനെ കുറിച്ച് തിരുസഭയെക്കുറിച്ചുള്ള 6-ാം നമ്പറിൽ ഇപ്രകാരമാണ് പറയുക, ദൈവം കാരുണ്യപൂർവം തൻ്റെ പുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ഉയർത്തിയ മറിയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവ് ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുകാരിയുമായി സഭ പ്രത്യേക വിധം ബഹുമാനിക്കുന്നു. ദൈവം കാരുണ്യപൂർവ്വം തൻ്റെ പുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിൽ ഉപരിയായി ഉയർത്തിയ മറിയം, ഈ മറിയത്തെ ഉയർത്തിയതാരാണ്? ദൈവമാണ്. അത് കഴിഞ്ഞ് ഇപ്രകാരം 2-ാമത്തെ നമ്മൾ പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവ് ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുകാരിയും ആയി സഭ പ്രത്യേക വിധം ബഹുമാനിക്കുന്നു. അപ്പോൾ തിരുസഭ മാതാവിന് വലിയ പ്രാധാന്യം നൽകുന്നു. ഈ കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 487 നമ്പർ കാണാൻ സാധിക്കും. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭ വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്.